നെതർലൻഡിൽ ആംസ്റ്റർഡാമിൽ 1345 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. യെസ്ബ്രാൻഡ് ഡോമർ എന്ന മനുഷ്യൻ മരണാസന്നനായിരുന്നു. തൻ്റെ രോഗാവസ്ഥ ഇനി ഭേദമാകില്ലെന്നും ഏതാനും ദിവസങ്ങൾക്കകം താൻ മരിക്കുമെന്നും അയാൾക്കുറപ്പായിരുന്നു. അയാൾ നല്ല മരണത്തിന് ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഒരുക്കമായി തനിക്ക് അന്ത്യകൂദാശ നൽകാൻ ആവശ്യപ്പെട്ട് തൻ്റെ ഇടവക വികാരിയുടെ പക്കലേക്ക് അദ്ദേഹം ഒരു സുഹൃത്തിനെ അയച്ചു. തുടർന്ന് ഡോമറിന് അന്ത്യകൂദാശ നൽകാൻ വികാരിയച്ഛൻ വീട്ടിലെത്തി. വികാരിയച്ഛൻ ഡോമറിനെ കുമ്പസാരിപ്പിച്ച് ദിവ്യകാരുണ്യം നൽകി. എന്നാൽ ഡോമറിന് തിരുവോസ്തി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് ഛർദ്ദിച്ചു. ജോലിക്കാരി നിലം വൃത്തിയാക്കി തിരുവോസ്തി അടക്കം തീക്കൂനയിലേക്കെറിഞ്ഞു. അടുത്ത ദിവസം ജോലിക്കെത്തിയ ആ സ്ത്രീ ആശ്ചര്യപ്പെട്ടു. കാരണം ഡോമർ പൂർണ്ണമായും സുഖപ്പെട്ട് ആരോഗ്യവാനായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഡോമറിനോട് ചോദിച്ചെങ്കിലും യഥാർത്ഥ കാരണം അദ്ദേഹത്തിനും അറിവില്ലായിരുന്നു. ജോലിക്കിടയിൽ തീക്കൂനയ്ക്കരികിലെത്തിയ അവൾ ഞെട്ടിത്തെരിച്ചു. കഴിഞ്ഞ ദിവസം താൻ തീക്കൂനയിലേക്കെറിഞ്ഞ ആ തിരുവോസ്തി സ്വയം പ്രകാശിച്ച് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. അവൾക്കത് വിശ്വസിക്കാനായില്ല. അവൾ വാവിട്ട് കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ഡോമറും പരിസരവാസികളും ഓടിയെത്തി. അവരും പ്രകാശം ചൊരിഞ്ഞ് വായുവിൽ സ്വയം ഉയർന്നു നിൽക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടു. ഡോമർ ഒരു ലിനൻ തുണിയുമായി ഭക്ത്യാദരവോടെ ആ തിരുവോസ്തിക്ക് മുൻപിൽ മുട്ടുകുത്തി. വായുവിൽ ഉയർന്നു നിന്ന തിരുവോസ്തി ആ തുണിയിൽ വന്നിരുന്നു. അദ്ദേഹം തിരുവോസ്തി ആ ലിനൻ തുണിയിൽ പൊതിഞ്ഞ് ഒരു പേടകത്തിലാക്കി ഇടവക ദേവാലയത്തിലെത്തിച്ചു. വികാരിയച്ഛൻ അത് ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ നേരം വെളുത്തപ്പോൾ ആ തിരുവോസ്തി അൾത്താരയിൽ കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ ഡോമറിൻ്റെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന തീക്കൂനയ്ക്ക് മുകളിൽ വായുവിൽ സ്വയം ഉയർന്നു നിൽക്കുന്ന നിലയിൽ വീണ്ടും കാണപ്പെട്ടു. വികാരിയച്ഛനെത്തി നേരത്തെ ഡോമർ നീട്ടിയ അതേ ലിനൻ തുണി തന്നെ നീട്ടിയപ്പോൾ ദിവ്യകാരുണ്യം അതിൽ വന്നിരുന്നു. വീണ്ടും അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. അടുത്ത ദിവസം രാവിലെയും തിരുവോസ്തി അപ്രത്യക്ഷമായി. ഇങ്ങനെ 3 തവണ സംഭവിച്ചു. ഇതിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന് ഡോമറിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തായിരിക്കാനാണ് ആഗ്രഹമെന്ന് സഭാധികാരികളും ജനങ്ങളും മനസ്സിലാക്കി. അതിനാൽ ഡോമറിൻ്റെ വീടിരുന്ന സ്ഥലം ഒരു ദേവാലയമാക്കി അവിടെ ഈ അത്ഭുത തിരുവോസ്തി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആംസ്റ്റർഡാം മേയർ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ്. അദ്ദേഹം ഈ അത്ഭുതത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് ഉത്രേച്ചിലെ മെത്രാന് കൈമാറി. അദ്ദേഹം ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധവും നിർമ്മലവുമായ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നിർമ്മലമായ ഹൃദയത്തോടെ അങ്ങയെ സ്വീകരിക്കുവാനും നിർമ്മല മാനസരായി ഈ ലോകത്ത് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.